ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ തരാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ SSC കോൺസ്റ്റബിൾ GDയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 2025 കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. 5-ാം തീയതി വരുമെന്ന് പറഞ്ഞു. 5-ാം തീയതി വൈകുന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം, ഡീറ്റെയിൽസ് ഓരോന്നായി. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഡേറ്റ് സബ്മിഷൻ, പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഡേറ്റ് സബ്മിഷൻ ആണ്. ഡേറ്റ് സബ്മിഷൻ വരുന്നത് 5/9/2024 മുതൽ, അതായത് ഇന്നലെ മുതൽ 5/9/2024 മുതൽ 14/10/2024 വരെയുള്ള ദിവസങ്ങളിലാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുവാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. ഇനിയും ഇത് ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടി പറയാം, 14/10/2024 23 മണി വരെ, അതായത് 23 മണി വരെയാണ് ഇതിനുള്ള സമയം. അതായത് 15-ാം തീയതി, അതായത് അടുത്ത ദിവസത്തേക്ക് നമുക്ക് ഇതിനുള്ള അവസരം ലഭിക്കുകയില്ല എന്ന് വ്യക്തമായി ഓർത്തു വെച്ചുകൊള്ളുക. ഇനിയും ഇതില് എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്, ഇതിൽ വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവുകയാണ്. അതിൽ ആദ്യമായിട്ട് വേക്കൻസീസ് ആണ്. നിലവിലെ വേക്കൻസീസ് 39,481. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇപ്പോൾ നിലവിൽ SSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിലവിലുള്ള വേക്കൻസി 39,481 അതായത് ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന നിങ്ങൾക്ക് നിയമനമൊക്കെ ആകുമ്പോഴേക്കും ഈ നിയമനം എന്ത് തന്നെ ആയാലും ഏതാണ്ട് 50,000-അടുത്തേക്ക് ഉയരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ 50,000-അടുത്തേക്ക് ഈ ഒരു വേക്കൻസി ഉയരും എന്നുള്ള യാതൊരുവിധ സംശയവുമില്ല. നിസ്സംശയം നമുക്ക് പറയാം. ഈ വേക്കൻസി എന്ന് പറയുന്നത് നിലവിലെ ടെനറ്റീവ് വേക്കൻസിയാണ്. അപ്പൊ അതെന്തായാലും ഏതാണ്ട് 50-ന് മുകളിലേക്ക് ഉയരും, 50,000-അടുത്തേക്ക് എത്തും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഏറെക്കുറെ അത്ര എത്തും. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ വളരെ കൂടുതലാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കാം. പ്രത്യേകിച്ച് വിഭാഗങ്ങളുടെ വേക്കൻസി ഒന്നും നമ്മൾ നോക്കാൻ പോകുന്നില്ല. ഇനിയും പറയാനുള്ളത്, ആർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്താണ് ഇതിന്റെ പ്രായപരിധി, എന്തൊക്കെയാണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളതാണ്. ഇതില് മസ്റ്റായിട്ട് ആരായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ അതിനെപ്പറ്റി അധികം ചർച്ച ചെയ്യുന്നില്ല, പ്രസക്തിയുള്ള കാര്യമല്ല. ഇനി നമുക്ക് ഇതിന്റെ പ്രായപരിധിയാണ് ഇവിടെ പ്രധാനമായിട്ട് നോക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ഇതിന്റെ പ്രായം എന്താണ് എന്ന് കൺഫ്യൂസ്ഡ് ആണ്. ഇതില് പ്രധാനമായിട്ടും 23 വയസ്സാണ്. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവിടെ അവരുടെ സംശയം വരുന്നത് 18 വയസ്സ് പൂർത്തിയാക്കിയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ചിലരുണ്ടാവും. 23 ആണ് പ്രായമെങ്കിലും ചിലർക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. അപ്പൊ നമുക്ക് ആ ഒരു പ്രായപരിധി നമുക്കൊന്ന് അസസ് ചെയ്ത് നോക്കാം, ആർക്കൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 18 മുതൽ 23 വയസ്സ് വരെയാണ്. പക്ഷെ എന്താണ്, ഇത് 1/1/2025 കണക്കാക്കിയാണ് ഈ പറയുന്നത്. അതായത് അതനുസരിച്ച് 2/1/2002 അതിനു മുമ്പ്, അതായത് മുതല് 1/1/2007, അതായത് 2/1/2002 മുതൽ 1/1/2007 ഈ ഒരു പ്രായപരിധിയിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനകത്ത് ജനിച്ചവർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് നോട്ട് ബിഫോർ 2/1/2002 എന്നൊരു ക്ലോസ് വ്യക്തമായിട്ട് പറയുന്നു. അതായത് 2002 ശേഷം ജനിച്ച് 2007 1/1/2007 അകം ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷൻ പറയുകയാണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല അല്ലേ. അതായത് 2/1/2002 ക്രോസ് ചെയ്ത് പോയവരുണ്ടാവും. അതായത് അതിനു മുമ്പ്, അതായത് ആ ഒരു ഡേറ്റിന് മുമ്പ് ജനിച്ച ഒരാളായിരിക്കും. 1/1/2002 ജനിച്ച ഒരാളായിരിക്കും. പുള്ളിക്കാരന്റെ പ്രായം എത്ര ആയിരിക്കും, 23 തന്നെ ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. ഇനി 1/1/2007 എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ, അതിനു മുമ്പ് ജസ്റ്റ് 2007 തൊട്ട് മുമ്പായിട്ട് ജനിച്ച ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഇത് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. അതായത് ആ ഒരു ക്ലോസിലൊരു കൺഫ്യൂഷൻ ഇനി വേണ്ട. മനസ്സിലായില്ലേ? അപ്പം 2007 എന്ന് പറയുന്നൊരു ഏജ് ബാൻഡിലും 2002 എന്ന് പറയുന്ന ഒരു ഏജ് ബാൻഡിലുമാണ് നമുക്ക്. അതായത് 1/1/2002 മുതൽ 1/1/2007 വരെ, അതായത് 2007 എന്ന് പറയുന്ന ആ ഒരു ഏജ് ബാൻഡിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, വിദ്യാഭ്യാസ യോഗ്യതയാണ്. 10ാം ക്ലാസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ യോഗ്യത. പക്ഷെ അത് എന്നായിരിക്കണം, 1/1/2025 മുമ്പ് പാസ്സായവരായിരിക്കണം. മനസ്സിലായില്ലേ? 1/1, അതായത് ഈ വർഷം ജനുവരിക്ക് മുമ്പ് 10ാം ക്ലാസ് പാസ്സായവർക്കാണ് നിലവിൽ ഈ ഒരു തസ്തികയിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത്. ഇനിയും ആപ്ലിക്കേഷൻ ഫീ ആണ്. ഇത് ഫീ ഉള്ള ഒരു എക്സാമിനേഷൻ ആണോ,
തീർച്ചയായിട്ടും ഇതിന് ഫീ ഉണ്ട്. ആർക്കൊക്കെയാണ്? ഇതിൽ കുറച്ച് വിഭാഗങ്ങളെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വുമൺ കാൻഡിഡേറ്റിനെ അവർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റിനെ അവർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ അവർ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻസിനെയും എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വിഭാഗങ്ങൾ ഒഴിച്ചുള്ള എല്ലാവരും ഫീ അടയ്ക്കണം. വലിയ തുകയൊന്നുമില്ല, 100 രൂപ മാത്രമാണ് അടയ്ക്കേണ്ടത്. 100 രൂപ എന്ന് തന്നെ അടയ്ക്കണം. എക്സാമിനൊപ്പം തന്നെ നമ്മൾ അടച്ചു പോവുക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഒരു വിൻഡോ വരും, അതിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി അടച്ചാൽ മതി. വളരെ തുച്ഛമായ തുകയായതുകൊണ്ട് തന്നെ നമുക്കത് അടയ്ക്കാവുന്നേ ഉള്ളൂ. ഇതിനെ എക്സെപ്റ്റ് ചെയ്ത ആരൊക്കെയാണ്? സ്ത്രീകളെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്ന പെൺകുട്ടികളെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് എക്സ് സർവീസ്മാന്മാരെയും എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അഗ്നിവീറുകൾക്കൊക്കെ എന്തുണ്ട്? പ്രിവിലേജുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും ഇതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് ഇതിനകത്ത് പലതരത്തിലുള്ള ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് പ്രായപരിധി എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിറ്റിയുടേതാണ്, ഞാൻ ഈ പറഞ്ഞ 23 വയസ്സ്. എന്നാൽ 5 വർഷം എക്സംഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും കിട്ടും, 3 വർഷം എക്സംഷൻ OBCക്കും കിട്ടും. എന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു അവസാന ഡേറ്റിന് മുമ്പുള്ള ഒരു സർട്ടിഫിക്കറ്റ്സ് വെച്ച് പ്രകാരം മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് OBC സർട്ടിഫിക്കറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് സർട്ടിഫിക്കറ്റ്, ഈ 3 സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ EWS ആണെങ്കിൽ EWSന്റെ സർട്ടിഫിക്കറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റുകൾ പൂർണ്ണമായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്തു വെക്കുക. ഇനി ഒരു കാര്യം ഓർക്കുവാനുള്ളത്, നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഒരു വർഷത്തിനുള്ളിൽ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം മുമ്പാണ് നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിലവിലില്ലാത്തവർ ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് തഹസിൽദാരുടെ കയ്യിൽ നിന്നാണ്. പ്രത്യേകിച്ചും OBCയുടെയും EWSന്റെയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ വാങ്ങേണ്ടത് അത് EWS നമ്മുടെ തഹസിൽദാരുടെ കയ്യിൽ നിന്നാണ്. ഇതിന് രണ്ടിനും, OBC സർട്ടിഫിക്കറ്റിനും EWSനും 1 വർഷത്തെ വാലിഡിറ്റിയാണ് നിലവിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം, അതായത് ഡേറ്റ് എക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ പുതിയതിന് അപ്ലൈ ചെയ്യുക തന്നെ വേണം. അത് വെച്ച് മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റൂ. നമ്മൾ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ അതിനകത്ത് നമ്മുടെ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും, സർട്ടിഫിക്കറ്റ് നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഡെഫിനറ്റ്ലി അതൊരെണ്ണം അപ്ലൈ ചെയ്യുക. അധികം സമയമൊന്നും എടുക്കില്ല, 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം മറക്കണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങളത് അപ്ലൈ ചെയ്യുക. അത് വെച്ച് തന്നെ അപ്ലൈ ചെയ്യണം. അതായത് 5 വർഷവും 3 വർഷം എക്സംഷൻ കിട്ടുമെന്ന് മാത്രമല്ല, മാർക്കിലും സെപ്പറേറ്റ് സെക്ഷൻ വൈസും നിങ്ങൾക്ക് പല ബെനിഫിറ്റ്സും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അതെടുത്ത് വെക്കേണ്ടതാണ്. ഇനിയും നമ്മൾ നോക്കേണ്ടത് സെന്റേഴ്സുകളാണ്. നമ്മുടെ SSCയുടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കർണാടക കേരള റീജിയനാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏതൊക്കെയാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്ന സെന്റേഴ്സ് എന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും എറണാകുളമാണ് ഒരു സെന്റർ, അടുത്തത് കൊല്ലം അടുത്ത സെന്ററാണ്, ഇനി കോട്ടയം സെന്ററാണ്, കോഴിക്കോട് സെന്ററാണ്, തിരുവനന്തപുരം സെന്ററാണ്. ഇനിയും ഈ സെന്ററുകൾ മാത്രം അറിഞ്ഞാൽ പോരാ, ഈ സെന്ററുകൾക്ക് കോഡ് കൂടിയുണ്ട്. എറണാകുളം എന്നതിന്റെ കോഡാണ് 9213. 9213 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? 9213 എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ കോഡാണ്. പലപ്പോഴും നമുക്ക് കോഡ് ഫില്ല് ചെയ്യേണ്ടി വരും. ഇനി അടുത്തത് കൊല്ലമാണ്. കൊല്ലത്തിന്റെ കോഡ് എന്ന് പറയുന്നത് 9210 ആണ്. 9210 കൊല്ലത്തിന്റെ കോഡാണ്. ഇനി കോട്ടയത്തും സെന്റർ ഉണ്ട്, 9205 ആണ്. അടുത്തത് കോഴിക്കോടാണ്, മലബാറിലെ ഒരു പ്രധാനപ്പെട്ട സെന്ററാണ്, 9206. ഇനി തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം 9211. ഇനി അവസാനമായിട്ട് തൃശ്ശൂരുണ്ട്, 9212 ആണ് തൃശ്ശൂരിന്റെ കോഡ്. അപ്പൊ മറക്കണ്ട, ഇത്രയും സെന്റേഴ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഏതാണ്ട് 6 സെന്ററോളം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഏതാണ്ട് ഏറെക്കുറെ എല്ലാ ഭാഗത്തും സെന്ററുകളുണ്ട്. മലബാറിൽ കുറച്ച് കുറവാണ് എന്ന് ഒഴിച്ചാൽ, അതായത് തൃശ്ശൂരും കോഴിക്കോട്ടുമേ ഉള്ളൂ. അതിന് വടക്കോട്ട് സെന്ററുകൾ വരുന്നില്ല. ഏതാണ്ട് മധ്യ തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം സെന്റേഴ്സ് ഉണ്ട്. അപ്പം അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള സെന്റേഴ്സ് എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ബാംഗ്ലൂരും ഉണ്ട്, കൽബുർഗിയുണ്ട്, മാംഗ്ലൂരും ഉണ്ട്, മൈസൂറും ഉണ്ട്, ശിവമോഹയുണ്ട്, ഹുബ്ലി ഉണ്ട്, ഉടുപ്പി ഉണ്ട്. ഇങ്ങനെയുള്ള സെന്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നതാണ്. അതായത് മലബാറിലുള്ള ആൾക്കാരാണ്, കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയും കുറച്ച് സൗകര്യങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാണ് എന്ന് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനാണ്. കൽബുർഗി ഉണ്ട്, മാംഗ്ലൂരു, മൈസൂരു, ശിവമോഗ, ഹുബ്ലി, ഉടുപ്പി, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് നടത്തുന്ന റീജിയൻ ഏറെക്കുറെ സെയിം തന്നെയാണ്.
ശരി, ഓക്കെ. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ സെന്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനിയും എക്സാമിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് എക്സാം നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് സ്കീം ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഒരേ ഒരു എക്സാം മാത്രമേ ഇതിനകത്തുള്ളൂ. എക്സാമിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. സെപ്പറേറ്റ് രണ്ടാമതൊരു ടെസ്റ്റ് നടത്തുന്നില്ല. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഈ ടെസ്റ്റ് എന്താണ്? ഇത് കമ്പ്യൂട്ടർ CBT ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇതിൽ പ്രധാനമായിട്ടും 80 ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കാണ് അത് ക്യാരി ഓവർ ചെയ്യുന്നത്. അതായത് 80 ചോദ്യങ്ങളും 2 മാർക്കും, അതായത് മൊത്തം എത്രയാണ്? 160 മാർക്കാണ് ഇതിനകത്ത് ടോട്ടൽ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് ഏതൊക്കെയാണ് കണ്ടന്റുകൾ, ഏതൊക്കെയാണ് അതിന്റെ ടോപ്പിക് എന്ന് നോക്കാൻ പോവുകയാണ്. ഇതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അതിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20 ആണ്. മാർക്ക് എത്രയാണ്? 40 ആണ് അവിടെ മാർക്ക് വരുന്നത്. ഇനി പാർട്ട് ബി ആണ്. അത് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ആണ്. ഈ ജനറൽ അവയർനെസിന്റെയും ക്വസ്റ്റ്യനുകളുടെ എണ്ണം 20 ആണ്. മാർക്ക് 40 ആണ് വരുന്നത്. ഇനി എലമെന്ററി മാത്തമാറ്റിക്സ് ആണ് പാർട്ട് സിയിൽ വരുന്നത്. ഈ എലമെന്ററി മാത്തമാറ്റിക്സിന്റെയും ക്വസ്റ്റ്യനുകളുടെ എണ്ണം ഇവിടെ 20 തന്നെയാണ്. ആ 20 അത് ക്യാരി ഓവർ ചെയ്യുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ് മാർക്ക്. ഇനിയും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, നമ്മൾ ഇംഗ്ലീഷിനെ പറ്റി സംസാരിക്കുന്നതാണ് കൂടുതൽ പ്രയോറിറ്റി. കാരണം മിക്കവാറും എല്ലാവരും ഇംഗ്ലീഷ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, അതിനും ഇതേ വെയിറ്റേജ് തന്നെയാണ്, 20 മാർക്ക്. ഒപ്പം എത്രയാണ് മാക്സിമം മാർക്ക്? 40 ആണ്. അതായത് മൊത്തം 160 മാർക്കാണ് ഇവിടെ വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ഈ 160 മാർക്കാണ്. ഇതിൽ തന്നെ സാധാരണഗതിയിലെ കട്ട് ഓഫ് ഒക്കെ എന്ന് പറഞ്ഞാൽ 40-ൽ താഴെ ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ 40-ന് മുകളിൽ ക്വസ്റ്റ്യനുകളൊക്കെ ശരിയാക്കുന്ന എല്ലാവർക്കും ഫിസിക്കലി ക്ലിയർ ആവുകയാണെങ്കിൽ ജോലി കിട്ടുന്നതാണ് കണ്ടിട്ടുള്ളത്. എനിവേ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് എഫർട്ട് ചെയ്യുക, നല്ല മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക. ഇതിൽ മാർക്ക് നിങ്ങളുടെ റാങ്കിനെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇനി അടുത്ത ഘട്ടങ്ങൾ, ഇനി ഇതിൽ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ഉള്ള ടെസ്റ്റാണ്, യൂണിഫോംഡ് ഫോഴ്സ് ആണ്. അപ്പം ഇനി അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യണം എന്നുകൂടി നിങ്ങൾ അറിയണം. അതിലാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും കാൻഡിഡേറ്റ്സ്, ഇത് മെയിലിന്റെ കോണ്ടസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടിയെത്തണം. ടൈം ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നിങ്ങൾ ഓടി പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടി ഫോക്കസ് ചെയ്തെത്തണം. ഇനിയും ഫീമെയിൽ ആണെങ്കിൽ, ഇത് മെയിലിന്റെ കാര്യമാണ് പറഞ്ഞത്, ഈ ഫീമെയിൽ ആണെങ്കിൽ ഈ കിലോമീറ്റർ 1.6 കിലോമീറ്റർ മതി. അത് 8.5 മിനിറ്റ് കൊണ്ട് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ മതി. അതായത് 1.6, അതായത് 1 കിലോമീറ്ററും 600 മീറ്ററും നിങ്ങൾ 8.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടിയെത്തിയാൽ മതിയാകും. ഇത് എവിടുത്തെ കാര്യമാണ് പറയുന്നത്? ഇത് ലഡാക്ക് റീജിയൻ ഒഴിവാക്കിയുള്ള റീജിയന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ലഡാക്ക് റീജിയനിലുള്ള ഒരാളാണെങ്കിൽ അത് മെയിലിന് 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ട് ഓടിയാൽ മതിയാകും. 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ടും 800 മീറ്റേഴ്സ് 5 മിനിറ്റ് കൊണ്ടും ഓടിയാൽ മതിയാകും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് ആർക്കാണ്? ഇത് ലഡാക്ക് റീജിയനിലുള്ളവർക്കുള്ള നിർദ്ദേശമാണ്. അവര് ഈ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ പാലിച്ചാൽ മതിയാകും. ഇനിയും ഹൈറ്റുമായിട്ടും ഫിസിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അതായത് PST ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ പ്രധാനമായിട്ടും മെയിലിന് 170 സെന്റിമീറ്റർ ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കണം. അതിന് മുകളിലേക്ക് പോയാൽ കുഴപ്പമില്ല. ഫീമെയിലിന് 157 സെന്റിമീറ്ററും ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇനിയും ചില കാൻഡിഡേറ്റിന്, ചില പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റിന് ഇതിൽ റിലാക്സേഷൻ ഉണ്ടാവും. അതിൽ ആരൊക്കെയാണ്? ഓൾ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ്സിന് 16.5ഉം ഫീമെയിലിന് 180 മതി. ഇവിടെ റിലാക്സേഷൻ ഇവിടെ SC/ST-കാർക്ക് 160 ട്രൈബുകൾക്ക് 162.5ഉം 150 വീതം ഉയരം മതി. അതായത് ഉയരത്തിൽ അവർക്ക് ഇളവുണ്ട്. അത് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനിയും ചെസ്റ്റ് മെഷർമെന്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 80 സെന്റിമീറ്റർ ആണ് നമ്മൾ നെഞ്ചിന്റെ അൺഎക്സ്പാൻഡഡ് ആയിട്ടുള്ള സെന്റിമീറ്റേഴ്സ് പറയുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ എങ്കിലും ഉയരുകയും വേണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ്.
ഇത് മെയിൽ കാൻഡിഡേറ്റിന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്, അതിനുശേഷമാണ് ഫീമെയിലിന്റെ കാര്യം പറയുന്നത്. ഇനിയും ഇതിൽ ചില കാറ്റഗറിക്ക് അവർ ഇളവ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണ്. അവർക്ക് 76 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 മതി. അതായത് 5 സെന്റിമീറ്ററിന്റെ ഇളവ് ഷെഡ്യൂൾഡ് ട്രൈബിന് നൽകിയതായിട്ട് കാണുന്നുണ്ട്. ഇനിയും വെയിറ്റ് പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്തുണ്ടാവും? മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത ശേഷമായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനും പറ്റുന്നത്. കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും ഒന്നുകൂടി പറയാം. മറ്റൊന്നുമല്ല, ആദ്യമായിട്ട് നമുക്കുള്ളത് ടെസ്റ്റാണ്. അതിൽ പ്രധാനമായിട്ടും 4 എണ്ണം ഉണ്ട്. പാർട്ട് എ, ബി, സി, ഡി ആണ്. അതിലെല്ലാം ക്യാരി ഓവർ ചെയ്യുന്ന ഈക്വൽ മാർക്കാണ്. അതിനുശേഷം എന്താണ്? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അതിൽ മെയിൽ കാൻഡിഡേറ്റിന് 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ടും ഫീമെയിൽ കാൻഡിഡേറ്റിന് 1.6 കിലോമീറ്റേഴ്സ് 8.5 മിനിറ്റ് കൊണ്ടും ഓടി കവർ ചെയ്യണം. ഇനിയും അത് ലഡാക്ക് റീജിയനിലാണെങ്കിൽ ഇത് 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ടും 800 മീറ്റേഴ്സ് 5 മിനിറ്റ് കൊണ്ടും ഓടി കവർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇനിയും അതിൽ തന്നെ ഹൈറ്റ് ആണ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. മെയിലിന് 170 സെന്റിമീറ്ററും ഫീമെയിലിന് 157ഉമാണ്. അത് ST വിഭാഗത്തിന്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിന് റിലാക്സേഷൻ ഉണ്ട്. അത് 162.5ഉം 180ഉമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചെസ്റ്റിലെ 80 സെന്റിമീറ്റർ ആണ്. അതിന്റെ മിനിമം എക്സ്പാൻഷൻ റേറ്റ് 5 ആണ്. ഇത് ഷെഡ്യൂൾ ട്രൈബിലേക്ക് വരുമ്പോൾ 76ഉം 5ഉം എന്ന രീതിയിൽ 76 സെന്റിമീറ്റർ എന്ന രീതിയിൽ കുറച്ചിട്ടുണ്ട്. അത് 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂടുകയും വേണം. വെയിറ്റ് പ്രപ്പോർഷനേറ്റ് ആണ്. ഇനിയും പറയാനുള്ളത്, ഈ ഒരു എക്സാമിനേഷൻ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ എന്ത് ചെയ്യുക? ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുകയും പ്രിപ്പറേഷൻ തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. SSC GDയുടെ ക്ലാസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനുമായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. നമ്മൾ ഹൈബ്രിഡ് രീതിയിലാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ലൈവ് വീഡിയോസും റെക്കോർഡഡ് വീഡിയോസും ഒപ്പം തന്നെ ഓഫ്ലൈൻ ക്ലാസ്സും അതിനൊപ്പം തന്നെ ടെസ്റ്റ് സീരീസുകളും കണ്ടക്ട് ചെയ്യുന്ന ഒരു പാറ്റേണാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്ത് പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ഏതാണ്ട് എത്ര വേക്കൻസിയാണ്? 50,000-ത്തിനടുത്ത് വേക്കൻസികൾ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിയമനം കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ പ്രായപരിധി, അതായത് ജനറൽ കമ്മ്യൂണിറ്റിയുടെ പ്രായം ഞാൻ ഈ പറഞ്ഞ ഏജ് ബാൻഡിനുള്ളിലാണെങ്കിൽ, മനസ്സിലായല്ലോ, 2002 ആ ഒരു ഏജ് ബാൻഡിനുള്ളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ജനറൽ കമ്മ്യൂണിറ്റി ഇതിനു വേണ്ടി ട്രൈ ചെയ്യണം. ഇനി SC/ST ആണെങ്കിൽ ഇതിന് ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. 3 വർഷം OBCക്കും 5 വർഷം SC/STക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രായപരിധിയിലുള്ളവർ തീർച്ചയായിട്ടും, ഈ വിഭാഗത്തിലുള്ളവർ തീർച്ചയായിട്ടും എഫർട്ട് ഇടുക. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കിട്ടാവുന്നതിൽ വെച്ച് നല്ല പേ സ്കെയിലുള്ള ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ്. അപ്പം നമ്മുടെ കോഴ്സുകളിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യം അറിയണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കോഴ്സുകളെ പറ്റി അറിയുന്നതിനും ഈ നോട്ടിഫിക്കേഷനെ പറ്റി ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മാത്രവുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുന്നതാണ്. അപ്പം മറക്കണ്ട, ഈ ഒരു ഫോൺ നമ്പറിൽ ഏതെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പം മറക്കണ്ട, SSC GD വന്ന് നിൽക്കുകയാണ്. ഏറ്റവും നല്ല ടൈമാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ. നമ്മുടെ മുമ്പിൽ ഏതാണ്ട് 4-5 മാസം സമയം കിട്ടും. കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്. റിട്ടേൺ എക്സാം വളരെ ഈസിയാണ്, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഫിസിക്കലൂടെ ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൽ ഉയർന്ന ശമ്പളത്തിൽ നിങ്ങൾക്കൊരു നല്ല തസ്തികയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.